ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി VBROS മീഡിയയുടെ ബുൾസൈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും കാണണം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മീറ്റ് കട്ട്ലറ്റ് ആണ്. ഏതുതരം മീറ്റ് വെച്ചും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കട്ട്ലറ്റ് ആണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതിൽ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞങ്ങൾ അതിൽ ഓട്സും കൂടെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എന്നാൽ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക്. ഹായ് ഓൾ, എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ സേഫ് ആൻഡ് ഹെൽത്തി ആണെന്ന് വിശ്വസിക്കുകയാണ്. ഞാനും ഇവിടെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു. എന്ന് ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു മീറ്റ് കട്ട്ലറ്റ് ആണ്. നമുക്ക് കുറച്ച് മീറ്റ് ഉണ്ടെങ്കിലും കുറച്ച് പൊട്ടറ്റോ ഒക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഈ കട്ട്ലറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 250 ഗ്രാം ബീഫ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ചിക്കനോ മട്ടണോ വേറെ എന്തുണ്ടെങ്കിലും അത് വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടാണ്. 2 ചെറിയ പൊട്ടറ്റോ എടുത്ത് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട വേണം. പിന്നെ ഞാൻ ഇവിടെ ഓട്സ് ആണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്, ഓട്സ്. പിന്നെ നമുക്ക് ആവശ്യമായത് ഒരു കഷ്ണം ഇഞ്ചി, ഈ ഒരു സൈസ് ഇഞ്ചി, 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2 സവാള ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തു, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ ബീഫും ഈ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. നമ്മളിവിടെ ചതച്ച് വെച്ചതായ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ചതച്ച് വെച്ചത്, ഗരം മസാല കുറച്ചിടാം, കുറച്ച് കുരുമുളക് പൊടി, പിന്നീട് ആവശ്യത്തിന് ഉപ്പ്, ഇവിടെ വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മൊത്തമായിട്ട് ബീഫിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ നമ്മളെടുത്ത് വെക്കുക, ഗ്യാസ് വെക്കുക.
പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതായ ബാക്കി ഇഞ്ചി പച്ചമുളക് എല്ലാം ചതച്ച് വെച്ചത് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് നോക്കുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വേഗം വാടാനായി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില യോജിപ്പിക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലയും കുരുമുളക് പൊടി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമുക്കിവിടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം. ചൂട് പോയിട്ട് നമുക്ക് ചെറിയ ചൂടോടെ വേണം കയ്യിലിട്ട് ഉരുട്ടി നമുക്ക് കട്ട്ലേറ്റ് ആക്കാൻ. ജസ്റ്റ് ഒന്ന് ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ വെച്ചിരിക്കുന്നതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി അത് കയ്യിൽ വെച്ച് ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം. അതിനു വേണ്ടി ചെറിയൊരു ഉരുള നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ എടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കി കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ നമുക്കങ്ങനെ പ്ലേറ്റ് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഓയിൽ നമ്മുടെ കയ്യിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈസി ആയിട്ട് ബോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഫ്രൈ ചെയ്യാൻ വേണ്ടി 2 മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ട പൊട്ടിച്ചു. നമുക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന ഇത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആയിരുന്നു. നമുക്ക് ഈ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്നും ഇത് ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. അത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ്, നമ്മുടെ ഈ കട്ട്ലേറ്റ് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കോൺഫ്ലവറും മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി ആവശ്യമായ പാനിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ആദ്യം ഒരെണ്ണം എടുക്കാം. നമ്മൾ മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. ഇനി അതിനെ ഓട്സിലേക്ക് കുറച്ച് നമ്മൾ ഇട്ടെടുക്കുക. നമ്മൾ തീ മീഡിയം ഫ്ലെയിം ആക്കണേ, ഓട്സ് ആയതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കളർ ആവുമ്പോഴത്തേന് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ കമൻസ് അറിയിക്കുക. ഓക്കെ, പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.